പക്ഷേ ഈ വാർത്തകളെല്ലാം പുറത്തു വന്നപ്പോഴൊന്നും ജ്യോതികുമാർ ചാമക്കാല ഇതിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഈ പ്രതികരണങ്ങൾ, ഇതിനുള്ള മറുപടി കൊടുക്കാൻ പോകുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ കാമഭ്രാന്തനെന്നും അതിനപ്പുറത്തേക്ക് പല പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞരമ്പ് രോഗിയെന്നും പരസ്യമായി ഒരു പിതാവിൻ്റെ പ്രായമുള്ള ഒരാളിനെ ഒരു പൊതുപുത്രനെ സംബന്ധിച്ച് അദ്ദേഹം എന്തു പറയുമ്പോഴും CPM ഉന്നതനായ നേതാവായിരുന്നില്ലേ? ഇതിനൊക്കെ അപ്പുറമല്ലേ ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തത്. ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനോട് ലോകം മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികളെല്ലാം ഏറെ അംഗീകരിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന, ആദരവ് ഇത്രയേറെ കിട്ടിയുള്ള ഒരു മനുഷ്യനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ലൈംഗിക അപവാദ കേസിൽപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കാലം അതിന് മാപ്പ് കൊടുക്കും. മൂത്ത് പഴുക്കുന്നതാണ് നല്ലത്, വിളഞ്ഞു പഴുക്കുന്നതാണ് നല്ലത്. വിളയാതെ പഴുക്കുന്നതിൻ്റെ ചില പോരായ്മകൾ, കുഴിക്കുത്തുകൾ എപ്പോഴും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണയുടെ മരണശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ മരണശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെന്നേ. പ്രത്യേകിച്ച് പത്തനാപുരത്തെ ജനങ്ങൾക്ക് അതെല്ലാം അറിയാം. ഇവരുടെ 3 പേരുടെയും ആബ്സെൻസിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതെല്ലാം ചർച്ചയാവും. സാറിനെ മെന്റ് ചെയ്ത് ഒരുപാട് മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. അതുപോലെ രണ്ടാം നിരയിലേക്ക് അല്ലെങ്കിൽ യുവാക്കളിലേക്ക് ഇതുപോലൊരു മെന്റർ പരിവേഷത്തിൽ എത്താൻ സാധിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ KPCL സെക്രട്ടറിയാണ്. ഞങ്ങളൊക്കെ 2ാം നിരയിലോ 3ാം നിരയിലോ നിൽക്കുന്നതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഞങ്ങളെ സംബന്ധിച്ച് പുതുതായിട്ട് ആളുകളെ കൈപ്പിടിച്ച് ഉയർത്താൻ കഴിയുന്ന പരിമിതികളുണ്ട്. അതായത് ഞങ്ങളുടെ താഴത്തെ സ്റ്റേജിൽ എവിടെ വരെ അതിനകത്ത് പരമാവധി പുതുമുഖങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നതിന് ഞാൻ എപ്പോഴും തയ്യാറായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഡിബേറ്റർ എന്ന നിലയിൽ വർഷങ്ങളോളം ഞാൻ തുടർച്ചയായിട്ട് ഇതിന് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണ് 2-3 മാസമായിട്ട് ഞാൻ വിട്ടു നിൽക്കുന്നത്. ആ സമയത്തും പുതുമുഖങ്ങളെ വരുമ്പോൾ അവരെ ഞാൻ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവരെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കൃത്യമായി കേട്ടതിന് ശേഷം രാത്രി അവരെ വിളിക്കും. ഇന്ന പോരായ്മയുണ്ട്, ഇന്നത് നന്നായിരുന്നു, ഇന്നടത്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയുകയും അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ രാജു പി നായരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, എന്നെ ചേട്ടൻ മാത്രമാണ് എന്നെ വിളിച്ചിങ്ങനെയൊക്കെ പറയാറുള്ളത് എന്ന് പറയുകയും എല്ലാവരെയും പുതുതായിട്ട് വന്നിട്ടുള്ളവരെല്ലാം നമ്മൾ പരമാവധി എൻ്റർടൈൻ ചെയ്യാറുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അത് ആരുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്യും. കാരണം ഈ രാഷ്ട്രീയത്തിൽ എനിക്ക് ഉള്ളത് എനിക്ക് തന്നെ കിട്ടും, അതെ, ഇനി ഒരാൾക്കുള്ളത് അയാൾക്കും കിട്ടും. അതിനകത്ത് നമ്മൾ ഒരാളെ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ നമ്മളെ സഹായിക്കാനും അതുപോലെ ആളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതെ, ചാനൽ ചർച്ചകളെ പറ്റി പറഞ്ഞു. ഒരു വലിയ എപ്പോഴും കറങ്ങി നടക്കുന്ന ഒരു ട്രോളുണ്ട്, സന്ദീപ് വാര്യരോട് നീ ആരാടാന്ന് ചോദിക്കുന്ന ഒരു ട്രോള്. പക്ഷെ അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പത്മജ വേണുഗോപാലുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർ BJPയിലേക്ക് പോയപ്പോൾ എന്താ തോന്നിയത്? അല്ല, പത്മജ ചേച്ചി BJPയിൽ പോയതിനെ ഓർത്ത് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാർ 3 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിലേക്ക് പോയി. അതെ, ഒന്ന് ആർ ശങ്കറിൻ്റെ മകനായിരുന്ന ശ്രീ മോഹൻ ശങ്കർ, അദ്ദേഹം പോയിട്ട് മടങ്ങി വന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു KPC. ഞങ്ങൾ ഒന്നിച്ച് ഭാരവാഹികളായിരുന്നു. പിന്നീട് ശ്രീ AK ആൻ്റണിയുടെ മകനും ശ്രീമതി പത്മജ വേണുഗോപാലും പോയി. സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അവരുമായി ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അവരെ വിമർശിക്കാനൊന്നും ആളല്ല. സാക്ഷാൽ ലീഡർ KK നായരുടെ മകൾ അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തപ്പോൾ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് മാത്രമേ കണക്കാക്കുള്ളൂ. പക്ഷേ രാഷ്ട്രീയപരമായി ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്കതിനോട് വിയോജിക്കാനേ കഴിയും. പക്ഷേ പത്മജി അങ്ങനെ പോയതിനോട് എനിക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അവർക്കെതിരെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ വിമർശിക്കേണ്ട പല സാഹചര്യങ്ങളും വന്നിട്ടുമുണ്ട് രാഷ്ട്രീയമായി. പക്ഷേ അപ്പോഴും ഞാൻ പകുതി എഴുതിയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. പത്മജിക്ക് അങ്ങനെ എതിരെ അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം ലീഡറുമായുള്ള ആത്മബന്ധം വെച്ചിട്ട് ഒരിക്കലും പത്മജിക്ക് എതിരായിട്ട് അങ്ങനെ എഴുതാൻ പാടില്ല എന്നെ മനസ്സ് പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോഴും പേഴ്സണലി ബന്ധമുള്ള ആൾ തന്നെയാണോ? ഞാൻ വിളിച്ചാൽ നല്ല സൗഹൃദത്തിൽ സംസാരിക്കാറുണ്ട്, ജ്യോതി എന്തുണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം കുറേ കാലമായിട്ട് ബന്ധങ്ങളില്ല, പക്ഷേ നല്ല സൗഹൃദമായിരുന്നു. അതെ. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല എന്ന് കേൾക്കുമ്പോൾ വളരെ ദേഷ്യക്കാരനായ ഗൗരവക്കാരനായ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നതിന് മുൻപ് വരെ എനിക്കും ഉണ്ടായിരുന്ന ഇമേജ് അത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്, പത്തനാപുരത്തെ കുട്ടികൾ. അവർക്ക് ജ്യോതി അണ്ണനാണ്, ജ്യോതി ചേട്ടനാണ്, വളരെ സ്നേഹമുള്ളൊരു നേതാവാണ്. ഇതിലേതാണ് ശരിക്കും ഒത്തൻറ്റിക് ജ്യോതികുമാർ ചാമക്കാല? അല്ല, ഞാനേ ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിലിരിക്കുമ്പോൾ 10,000 കണക്കിന് ആൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എഫേർട്ട് വളരെ വലുതാണ്. ഉം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അതെ. ഞാനൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയാലേ ഞാൻ പോകാറുള്ളൂ. അതിനകത്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനകത്ത് നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നിരിക്കുകയും നമ്മൾ കാര്യങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അൺനെസറി ആയിട്ട് അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്തിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയും അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പഠിച്ചിട്ട് വന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ നന്നായി ചർച്ച പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ വെറുതെ അലമ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ നാണയത്തിൽ ഞാൻ തിരിച്ച് പ്രതികരിക്കാറുണ്ട്. അത് ശരിയോ തെറ്റെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അത് ഒരു മനുഷ്യനെന്ന നില ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഭിനയം എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ നേരെ പറയാറുണ്ട്. കാണിക്കുന്നത് എന്നോട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ചോദിക്കും. വളരെ മാന്യമായിട്ട് ഇടപെട്ടാൽ അതിനപ്പുറത്തെ മാന്യമായിട്ട് ഞാൻ ഇടപെടുകയും ചെയ്യും. ഒളിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെ ഞാൻ ചാനലിന് മുമ്പിൽ വരുമ്പോൾ ഒരു മുഖവും അല്ലാത്ത വേറൊരു മുഖത്തിൻ്റെ ആവശ്യമില്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവിടെ പലപ്പോഴും പരിധി വിട്ടു പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുമുണ്ട്. ഇനി ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, വരാറുണ്ട്. എന്നെ ആക്ഷേപിച്ചവരുണ്ട്, ഞാൻ ആക്ഷേപിച്ചവരുണ്ട്. പക്ഷേ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഞാൻ ഈ ചർച്ചയുടെ ഇടയ്ക്ക് ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്, ആ ഇരിക്കുന്ന ആളിലെ എൻ്റെ ഡ്രോബാക്സ് ഉണ്ടെന്ന് പറയണം. ഞാൻ പറയാൻ നിർബന്ധിതനായി. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. എതിർപ്പാളയത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ എന്നിട്ട് ആ ചർച്ച കഴിഞ്ഞിറങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചാനലിൻ്റെ വണ്ടിയിൽ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നിയത് ശരിയായില്ല, മോശമായിപ്പോയി. ഞാൻ ആ വീട്ടിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചു. ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് ഞാൻ അടിമപ്പെട്ടു പോയതാണ്, ഞാനത് പറയാൻ പാടില്ലായിരുന്നു, സോറി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പറഞ്ഞു അതൊന്നും ഗൗരവമില്ല, കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വളരെ ഈസി ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ചർച്ചയിൽ വരുന്നവരുടെ പ്രായ വ്യത്യാസമില്ലാതെ ഞാൻ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് മുമ്പ് പറഞ്ഞ ആളല്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഇടതുപക്ഷത്തെ പിന്നെ ഡിബേറ്റിൽ വരുന്ന ആൾ നമ്മുടെ പിന്നെ ആനത്തലോട്ട് ആനന്ദനായിരുന്നു. 84-ാമത്തെ വയസ്സിലും നന്നായി പഠിച്ച് ഞങ്ങളോട് മുട്ടം വെട്ടാൻ റെഡിയായിട്ട് അദ്ദേഹം ടെക്നോളജി സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് ചർച്ചയ്ക്ക് 84-ാമത്തെ വയസ്സിലും വന്നിരിക്കുമ്പോൾ നമുക്കത് അത്ഭുതമായിരുന്നു, ബഹുമാനമായിരുന്നു. അദ്ദേഹത്തോട് അങ്ങേയറ്റം ബഹുമാനമായിരുന്നു. ചർച്ചയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എതിരാളി ആര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനമുള്ള ഒരു എതിരാളി ആര് എന്ന് ചോദിച്ചാൽ ഞാൻ അന്നും എന്നും പറയും ശ്രീ ആനത്തലോട്ട് ആനന്ദനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ പ്രായത്തിലും ഞങ്ങളോടൊക്കെ കമ്പാരിറ്റീവ്ലി ഞാനന്ന് ചെറുപ്പമാണല്ലോ, ഞങ്ങളോടൊക്കെ മുട്ടം വെട്ടാൻ റെഡിയായിട്ട് വരുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കടവിലേക്ക് ഇത് അടുപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് മാത്രമാണ്. എങ്ങനെയായാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന എതിലേ പോയാലും അദ്ദേഹം അവിടെ എത്തുമായിരുന്നു. ചാനൽ ചർച്ചയിൽ ഗുണവും ദോഷവും ഉണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു പോപ്പുലാരിറ്റി തരുന്നത് അഥവാ എന്നെ എല്ലാവരും അറിയുന്നത് ചാനൽ ചർച്ചയിലൂടെയാണ്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഡ്രോബാക്സ് ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഇല്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ അഭിനയം അറിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പച്ചയായ മനുഷ്യനായതുകൊണ്ട് ഉള്ളതുപോലെ പറയും. എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും, ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. അത് ഒരു കുറ്റമായി കാണുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ പലപ്പോഴെങ്കിലും ഞാൻ പരിധി വിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഈ സന്ദീപിൻ്റെ കേസിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്. ഞാൻ സന്ദീപ് ഒരു വാദഗതി വെച്ചപ്പോൾ ഞാൻ അതിനെ ഖണ്ഡിച്ചു, പ്രധാനമന്ത്രിക്കെതിരായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ സന്ദീപിന് എവിടുന്നോ ഒരു മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നത്. ഞാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു വന്നു. അത് ഇച്ചിരി പരിധി വിട്ടു പോയി. അത് പിന്നെ ഒരു ആജീവനാന്ത ട്രോളായി മാറി. എപ്പോൾ ഒരു അവസരം വന്നാലും അത് എടുത്തുപയോഗിക്കാറുണ്ട്. ഇമോജി പോലും ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ആ പേരിൽ. നീ ആരടാന്ന് ചോദിക്കുന്ന ഇമോജി വരെ ഇപ്പോഴും ലൈവാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതിനകത്ത് റിഗ്രറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ റിഗ്രറ്റ് ഇല്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ ന്യായീകരിക്കാൻ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വാദഗതികൾ അവതരിപ്പിക്കാൻ ഞാൻ പോകുമ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയോ ആരെങ്കിലും ആക്രമിച്ചാൽ അവരെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോഴും ചോദിക്കും ഇങ്ങനെ വയലൻ്റ് ആകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഗ്രസീവായി സംസാരിക്കുന്നതോ ശരിയാണോ? ചില സമയത്ത് അങ്ങനെ വേണ്ടി വരുമെന്നേ. നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ഇതെല്ലാം പിടിച്ചടക്കി ഞാൻ ക്ഷമാശീലനാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായിരുന്നു. ഞാൻ ഒരു സാധാരണക്കാരനാണ്, നാട്ടുപുറത്ത് വന്ന ഒരാളാണ്, ഒരു അധ്യാപകൻ്റെ മകനാണ്. എനിക്കതിനപ്പുറമൊക്കെ പിന്നെ എത്രത്തോളം മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റും? ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിനകത്ത് പിന്നെ മനസ്സിൽ വെച്ചേക്കത്തുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് അന്നുള്ള അക്കൗണ്ട് അന്നൊന്ന് രാത്രി തീർത്തിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്. ഒന്നും മനസ്സിൽ വെക്കത്തില്ല, അന്ന് തീരും. ഒരാളോട് എനിക്ക് വിരോധമുണ്ടെങ്കിൽ ഞാൻ അയാളോട് തന്നെ പറയും, നമ്മളൊന്നും യോജിച്ച് പോകാൻ കഴിയില്ല. അതിനുശേഷം സന്ദീപ് വാര്യരുമായി സംസാരിച്ചിട്ടുണ്ട്. അന്ന് സംസാരിച്ചില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ആരോ എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ
മദർ സിംഗിങ് ആണ്, വളരെ ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കുന്ന ഒന്നാണ്, കാരണം ഞങ്ങൾ പലപ്പോഴും കാണാറില്ലല്ലോ. അദ്ദേഹം മിക്കവാറും കോഴിക്കോട്, പാലക്കാട് അല്ലെങ്കിൽ ആ മേഖലയിലുള്ള സ്റ്റുഡിയോയിൽ നിന്നാണ് പങ്കെടുക്കാറ്. ഞാൻ മിക്കവാറും ട്രിവാൻഡ്രത്താണ് പങ്കെടുക്കാറ്. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ഞാൻ ഇന്ന ആളാണ്, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ ചേട്ടാ ഇങ്ങനെ സിംഗിങ് സ്റ്റൈലാണ്, ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ പാർട്ടിയിൽ വരാൻ തീരുമാനിക്കുന്നു. ആ പാർട്ടിയിൽ വരാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ അവിടെയും എന്നെ ട്രോളുന്നവരുണ്ട്, എന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. നിങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നല്ലോ, ശരിയാണോ ചോദിക്കുന്നത്. ഞാൻ തിരിച്ചു എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആദ്യ പ്രതികരണം ജ്യോതികുമാർ ചാമക്കാല എന്ത് പറഞ്ഞു എന്നാണ് പലർക്കും അറിയേണ്ടിയിരുന്നത്, മാധ്യമങ്ങൾക്കടക്കം. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിലാണ് വരുന്നത്. ആ വേദിയിൽ ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് താനും, അദ്ദേഹം കടന്നു വരുമ്പോൾ ഞാൻ ആ വേദിയിലുണ്ട്. പക്ഷേ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ സന്ദീപ് വാര്യർ BJPയുടെ ഭാഗമായി നിന്നപ്പോൾ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ സന്ദീപ് വാര്യരെ ആക്രമിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ആ ഐഡിയോളജി ഉപേക്ഷിച്ച് ഞാൻ ഏത് ഐഡിയോളജിയിലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ ഐഡിയോളജിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ സന്ദീപ് വാര്യനെ തള്ളി പറയുന്നത്? ഞാൻ എന്ത് ആദർശം അല്ലെങ്കിൽ എന്ത് സിദ്ധാന്തമാണോ ഉയർത്തിപ്പിടിക്കുന്നത് ആ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വരാൻ തയ്യാറായാൽ പിന്നെ എനിക്കെന്താ സന്ദീപ് വാര്യരുമായിട്ട് പ്രശ്നം? ഞാൻ എന്താ സന്ദീപ് വാര്യരും തമ്മിൽ അതിരുതർക്കം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ളത് രണ്ട് പ്രസ്ഥാനത്തിൽ നിന്നപ്പോൾ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും വാദഗതികൾ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള തർക്കമാണ്. അത് അദ്ദേഹം കൂടി എൻ്റെ ഭാഗത്തേക്ക് വരുന്നു, ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ അതിനകത്ത് ഒരു തർക്കവും ഞാൻ കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പണ്ട് ചീത്ത വിളിച്ചിൽ ഉണ്ട്, രണ്ടഭിപ്രായമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ്, ഒരേ പാർട്ടിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, സ്വാഭാവികമാണ്. അങ്ങനെ പാർട്ടി മാറുന്നവരാരെല്ലാം ഉണ്ട്. അതേസമയം സരിൻ അങ്ങോട്ടേ നോക്കുക പ്രശ്നമില്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും സന്ദീപും ഞാൻ നല്ല സുഹൃത്തുക്കളാണ്. നേരത്തെ ശത്രുക്കളായിരുന്നില്ല, ഇപ്പോൾ സുഹൃത്തുക്കളാണ്. അതെ, അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട്, നെപ്പോക്കിഡ് അല്ലാത്തത് കൊണ്ട്, ഒരു രാഷ്ട്രീയ ചാണക്യന്റെ മകനല്ലാത്തത് കൊണ്ട്, അച്ഛനുണ്ടാക്കിയ പാർട്ടിയിൽ നിന്നല്ലാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെ KB ഗണേഷ് കുമാർ വളർന്നതിനൊപ്പം വളരാൻ സാധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ എനിക്കൊരു വിലങ്ങുതടി ആയിരുന്നു എന്ന് തോന്നി. അയ്യേ, ഒരിക്കലും ഇല്ല. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ വല്ലവൻ്റെയും പിന്നെ എന്താ പറയുന്നത് അവസ്ഥയെ സംബന്ധിച്ച് അതുപോലെ ആകണം ഞാനെന്ന് ആഗ്രഹിച്ച പിന്നെ ഞാൻ മനുഷ്യനല്ല. എനിക്ക് ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ പടവെട്ടി വന്ന വഴി, അതിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ KPCL സെക്രട്ടറി 2 തവണ KPCL സെക്രട്ടറിയായി ഇത്രയും പദവികളിലേക്ക് എത്തി. ഞാൻ ഒരു തവണ അസംബ്ലിയിൽ മത്സരിച്ച് കഴിഞ്ഞു, അടുത്ത തവണ എന്നെ പരിഗണിക്കുന്നു, കേൾക്കുന്നു. പരിഗണിച്ചേക്കാം, ഇല്ലാതിരിക്കാം. പക്ഷേ എനിക്ക് ഈ പദവികളെല്ലാം ലഭിക്കുമ്പോഴും എന്നേക്കാൾ യോഗ്യരായ എത്രയോ പേർ പല കാരണങ്ങൾ കൊണ്ടും ഈ പദവിയിലേക്ക് എത്താതെ പോയിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും. അതെ അതെ. പിന്നെ എന്നേക്കാൾ അയോഗ്യരായിട്ടുള്ളവർ എന്നേക്കാൾ ഉയർന്ന പദവിയിലേക്ക് പോയിട്ടുണ്ടാകാം, രണ്ടുമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ എന്താ പറയുന്നത്, പൊളിറ്റിക്സ് നമ്മളെപ്പോഴും പറയാറുണ്ട്, പൊളിറ്റിക്സ് ഇസ് ആൻ ആർട്ട് ഓഫ് പോസിബിലിറ്റി എന്ന്, സാധ്യതയുടെ കലയാന്ന് പറയാറുണ്ട്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഓരോ സ്ഥാനത്തേക്കും എത്തിപ്പെടാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ സമ്പൂർണ്ണമായും എന്നെ സംബന്ധിച്ച് സംതൃപ്തനാണ്. മറ്റേയാൾ അങ്ങനെയായോ ഇങ്ങനെയായോ, ഞാൻ അതൊക്കെ പറഞ്ഞത് അതവിടെ കമ്പയർ ചെയ്യപ്പെടേണ്ട ടോപ്പിക്കുകളാണ്. അതെ, ഞാൻ ഈ പറഞ്ഞ വ്യക്തി 2001 അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു തല്ല് കൊണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പബ്ലിക് ലൈഫുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ പറയേണ്ടി വരും, എൻ്റെ അച്ഛനില്ലായിരുന്നു എന്നെ കൈപിടിച്ചു വരുത്താൻ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയില്ല. അല്ലെങ്കിൽ എനിക്കങ്ങനെ പിന്നെ എന്താ പറയുന്നത്, നേരിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൂത്ത് പഴുക്കുന്നതാണ് നല്ലത്, വിളഞ്ഞു പഴുക്കുന്നതാണ് നല്ലത്. വിളയാതെ പഴുക്കുന്നതിൻ്റെ ചില പോരായ്മകൾ, പുഴുക്കുത്തുകൾ എപ്പോഴും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുറേ കാലമായി, കുറേ വർഷങ്ങളായി കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ തല്ലുകൊണ്ട അല്ലെങ്കിൽ ജയിലിൽ പോയ ഒരു സംഭവം, ഒരു അനുഭവം പങ്കുവയ്ക്കാനുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. തല്ലുകൊണ്ടതിനൊന്നും ഒരു കണക്കുമില്ല. തല്ല് കൊണ്ടിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, പോലീസുമായി അടികൂടിയിട്ടുണ്ട്, പ്രതിപക്ഷ എതിർ പാർട്ടിയിൽപ്പെട്ടവരുമായി അടികൂടിയിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷവും എനിക്ക് നന്നായി തല്ലുകൊണ്ടിട്ടുണ്ട്. പിന്നെ 2017 ജൂലൈ മാസം 1-ാം തീയതി അസംബ്ലിയിലേക്ക് നടന്നൊരു മാർച്ച്, അതിനു മുമ്പ് പിന്നെ കൊല്ലം SM കോളേജ് സംഭവവുമായി ബന്ധപ്പെട്ട് നന്നായി അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 2-3 മാസം ചികിത്സ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ ആൾമോസ്റ്റ് തളർന്നു പോയിരുന്നതാണ്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ് പിന്നീട് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം 2017 ജൂലൈ മാസം 1-ാം തീയതി നിയമസഭയിലേക്ക് നടന്ന മാർച്ചിൽ നന്നായി അടി കിട്ടി എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെല്ലുന്നവരൊക്കെ എനിക്ക് ബോധമുണ്ട്, പിന്നീട് എനിക്ക് ബോധമില്ല. പിന്നീട് ഞാൻ ഉണരുമ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്.
ഒരു 2-3 ദിവസം എനിക്ക് ജീവിതത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ട്. അൺകോൺഷ്യസ് ഓർമ്മയിൽ പോലും ഇല്ലാത്ത 2-3 ദിവസം എൻ്റെ ജീവിതത്തിൽ നിന്ന് പിന്നെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എനിക്ക് ജാമ്യം കിട്ടാൻ തന്നെ ഏകദേശം 27 ദിവസം എടുത്തു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും. ഞാൻ ആദ്യം പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും കേസുകളുടെ എണ്ണവും ജാമ്യം എടുക്കാനും ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. അതിനകത്തൊരു പ്രത്യേകത ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. ഇപ്പോഴും പിന്നെ സീറ്റ് കിട്ടിയേക്കുമോ എന്ന് കരുതി ഞാൻ കേസുകളുടെ എണ്ണം എടുക്കുമ്പോൾ ഞാനിപ്പോൾ RTI കൊടുത്തിരിക്കുകയാണ് പോലീസ് ചീഫിന്. എത്ര കേസുകൾ എൻ്റെ പേരിലുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. കാരണം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ലല്ലോ. കാരണം ഇത് മാൻഡേറ്ററിയാണ്. ഇലക്ഷന് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഇതെല്ലാം ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് ചോദിച്ചിട്ടുണ്ട്. അത് തരുന്നതനുസരിച്ച് ബാക്കി കേസിനോട് ജാമ്യം എടുക്കും. അപ്പോൾ കേസ് തല്ലുകൊള്ളലും അതിനകത്തൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതെ. ഇപ്പോൾ ഞങ്ങൾ നേഷൻ ഫസ്റ്റിന് വേണ്ടി സോളാർ കേസിലെ പരാതിക്കാരിയുടെ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ വെളിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. KB ഗണേഷ് കുമാർ പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേര് അതിൽ എഴുതി ചേർത്തത് എന്നൊക്കെ. അതിനുശേഷം KB ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ, പേഴ്സണൽ സ്റ്റാഫ് തന്നെ ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകളെല്ലാം പുറത്തു വന്നപ്പോഴൊന്നും ജ്യോതികുമാർ ചാമക്കാല ഇതിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഈ പ്രതികരണങ്ങൾ, ഇതിനുള്ള മറുപടി കൊടുക്കാൻ പോകുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമോ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്ന്, ശ്രീ R ബാലകൃഷ്ണയുടെ മരണശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 2, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 3, ശ്രീ VS അച്യുതാനന്ദൻ്റെ മരണശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ശ്രീ R ബാലകൃഷ്ണനുള്ള സ്വന്തം മകനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കൂ. ആദ്യം താങ്കളുടെ മനസ്സിൽ തന്നെ എന്താവും? ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ മനസ്സിൽ എന്താവും ഒരു അച്ഛൻ മകനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? വേറെ ഏതെങ്കിലും കുടുംബത്തിൽ വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ? ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയല്ല. അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം, അല്ലേ? ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയല്ല, എന്നെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. രണ്ടാമത്തേത്, ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തെ കാമഭ്രാന്തനെന്നും അതിനപ്പുറത്തേക്ക് പല പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞരമ്പ് രോഗിയെന്നും പരസ്യമായി ഒരു പിതാവിൻ്റെ പ്രായമുള്ള ഒരാളിനെ, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അദ്ദേഹം എന്തു പറയുമ്പോഴും CPMൻ്റെ ഉന്നതനായ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തെ ആക്ഷേപിച്ച ഞാനല്ലല്ലോ. അതിനുശേഷമുള്ള ആ തെരഞ്ഞെടുപ്പല്ലേ? ഇതിനൊക്കെ അപ്പുറമല്ലേ ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തത്? ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനോട് ലോകം, മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികളെല്ലാം ഏറെ അംഗീകരിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന, ആദരവ് ഇത്രയേറെ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അദ്ദേഹം വന്ധ്യവയോധികനായ നേതാവ്, അങ്ങനെ നമുക്ക് പറയാം, 70 കഴിഞ്ഞ ഒരു നേതാവിനെ ലൈംഗിക അപവാദ കേസിൽ പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കാലം അതിന് മാപ്പ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തി വന്നിട്ടുള്ള സത്യസന്ധതയും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു നീതിമാൻ, അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും നമ്മളാരും കേട്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച്. ആ മനുഷ്യനെ എന്തിൻ്റെ പേരിലായാലും ഒരു ലൈംഗിക അപവാദ കേസിൽ പെടുത്തിയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പൊറുക്കാൻ കഴിയുമോ? അതിനൊന്നും ഞാൻ ജ്യോതികുമാർ ചാമക്കാല മറുപടി പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പറഞ്ഞോ എന്നുള്ളതല്ല. CBI നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ, CBI നടത്തിയിട്ടുള്ള കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളെങ്കിലും നമുക്ക് മുകളിലേക്ക് എടുക്കാമല്ലോ. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിലുള്ള കേസുണ്ട്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ, ആ വസ്തുതകളുടെ പിൻബലത്തിൽ ജനങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ചിന്താധാരയ്ക്ക് ജ്യോതികുമാർ ചാമക്കാലയുടെ കമൻറ്റിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെന്നേ. ഉമ്മൻചാണ്ടി സാറിനെയും VS അച്യുതാനന്ദനെയും R ബാലകൃഷ്ണപിള്ളയെയും രാഷ്ട്രീയമായി തേജോവധം ചെയ്തത് ആര് എന്ന് ഞാൻ പറയേണ്ടതില്ല. പ്രത്യേകിച്ച് പത്തനാപുരത്തെ ജനങ്ങൾക്ക് അതെല്ലാം അറിയാം. ഇവരുടെ 3 പേരുടെയും ആബ്സെൻസിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതെല്ലാം ചർച്ചയാവും. ജനങ്ങൾ അതിനോടെല്ലാം പ്രതികരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യ സ്നേഹമാണേ. ഉമ്മൻചാണ്ടിയുടെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഉമ്മൻചാണ്ടിയെ ഓർക്കും. അങ്ങനെ ഒരു മനുഷ്യനെ ചിരിച്ചുകൊണ്ട് നേരിടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴെങ്കിലും ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ
ഈ ചെയ്ത വ്യക്തിയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്തിട്ട് ഞാൻ പോകുമായിരുന്നു, എനിക്ക് ജീവനുണ്ടെങ്കിൽ. പക്ഷെ അദ്ദേഹം അപ്പോഴും ഇപ്പോഴും ഈ നിമിഷം വരെ അദ്ദേഹം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ പ്രതികരിക്കാമായിരുന്നോ ആ കാര്യങ്ങളിലൊന്നും പ്രതികരിച്ചിട്ട് പോലുമില്ല. അതിൻ്റെ തെളിവ് പോലും ഒരു ലെവലേശം പോലും പുറത്തു വരാത്ത രീതിയിൽ അദ്ദേഹം അത്ര ഗോപ്യമായി ആ കേസുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊതുക്കി അദ്ദേഹത്തോടൊപ്പം അത് അവസാനിച്ചു എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ എന്താ പറയുന്നത്, ഒരു സാമൂഹ്യനീതി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ആ സാമൂഹ്യനീതിയുടെ ഭാഗമായിട്ടാണ് അത് പല രീതിയിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊന്നും ഞാൻ പ്രതികരിക്കേണ്ടതില്ല, എല്ലാവർക്കും എല്ലാം അറിയാം എന്ന് മാത്രമേ എനിക്ക് പറയാം. അതെ, അപ്പോൾ ഇനി പത്തനാപുരത്തിന് കൊടുക്കാനുള്ളത് എന്താണ്, എന്തൊക്കെയാണ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളത്? പത്തനാപുരത്തിന് സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധി അല്ലാതിരിക്കുമ്പോഴും ഞാൻ സജീവമായി രംഗത്തുണ്ട്. അത് മാത്രമേ പറഞ്ഞു, ഞാൻ അപ്പുറത്തേക്കൊന്നും കൊടുക്കാൻ ഞാൻ ആളല്ല, എൻ്റെ കയ്യിൽ ഒരു അധികാരവുമില്ല. പക്ഷേ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന മേഖലകളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ആയാലും അഗ്രികൾച്ചർ മേഖലയിലായാലും അതുപോലെ നമ്മുടെ ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ നന്നായി നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന നല്ല വളക്കൂറുള്ള മണ്ണാണ് പത്തനാപുരം. എല്ലാ മേഖലയിലും ആ പത്തനാപുരത്തെ തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. ഒരു അവസരം ലഭിച്ചാൽ ആ രീതിയിലേക്ക് പത്തനാപുരത്തെ മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളൊക്കെ ജെൻസി അല്ലെങ്കിലും ഇച്ചിരി അതിന് തൊട്ട് മുമ്പുള്ളവരാണല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഈ സംസ്ഥാനത്ത് 1980 ജനിച്ച കുട്ടികളുടെ എണ്ണം 6,50,000 ആണ്. 2021 ഈ സംസ്ഥാനത്ത് ജനിച്ച കുട്ടികളുടെ എണ്ണം 4,60,000 ആണ്. 2031 നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് 3,60,000 ആണ്. അതായത് 50 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം പ്രതിവർഷം 1980 അപേക്ഷിച്ച് 2030 ആകുമ്പോഴത്തേക്കും നേരെ പകുതിയാകുകയാണ്. ജനനനിരക്ക് നേരെ പകുതിയാകും. എന്നാൽ 2021 ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ എണ്ണം 16.5% ഉണ്ടെന്നാണ്. അത് 2031 ആകുമ്പോഴത്തേക്കും 20% ആകുന്നതാണ്. അതായത് കുട്ടികളുടെ ജനനനിരക്ക് കുറയുന്നു, പ്രായം കൂടിയവരുടെ എണ്ണം കൂടുന്നു. ഇതിനിടയ്ക്ക് യുവത നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നു. ഈ സംസ്ഥാനത്ത് നിന്ന് ഓരോ വർഷവും പോയിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുട്ടികൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടാൻ ഈ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ നിരവധിയായ വിഷയങ്ങൾ, ഇപ്പോൾ ഹെൽത്ത് ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ജനങ്ങളുമായി നേരിട്ട് അടുപ്പമുള്ള വകുപ്പുകൾ, അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഹരിക്കപ്പെടണം. അപ്പോൾ അതാണ് UDF സംബന്ധിച്ച് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഓരോ മേഖലയിലും പ്രതിപക്ഷം ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ശരിയല്ല എന്ന് പറയുന്നതിനോടൊപ്പം എന്താണ് ഓൾട്ടർനേറ്റീവ്, ആ ഓൾട്ടർനേറ്റീവ് പ്രതിപക്ഷം തന്നെ പൊതുജന സമക്ഷം വയ്ക്കുകയാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ വരാൻ പോകുന്ന മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി ഓരോ മേഖലയിലും ഇതിന് ഓൾട്ടർനേറ്റീവ് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അത് നടപ്പാക്കും ഇത് നടപ്പാക്കും എന്നല്ല, അതിനപ്പുറത്തേക്ക് ജനകീയമായി ഓരോ വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ കോൺക്ലേവ് ഉൾപ്പെടെ നടത്തി അതിനകത്തൊരു സമ്മറൈസ് ചെയ്ത് ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ UDF സംസ്ഥാന അടിസ്ഥാനത്തിലും ഒരു പക്ഷേ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നാൽ, മത്സരിച്ചാൽ ജയിച്ചാൽ അവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായ രൂപരേഖ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് തെരഞ്ഞെടുപ്പിനിടയ്ക്ക് തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അതെ, അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കി UDF അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസമുണ്ടോ? ആത്മവിശ്വാസം എനിക്ക് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ടല്ലോ. ഒരു സംശയം വേണ്ട, 100-ലധികം സീറ്റോടുകൂടി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അതിനുള്ള എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളും എല്ലാ കെമിസ്ട്രിയും ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ സജീവമായി ഉണ്ട്. അത് കൃത്യമായ സമയത്ത് ഉപയോഗിച്ചാൽ 100 സീറ്റിലധികം ജയിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരാൻ കഴിയും. പരിപൂർണമായ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് അത് പറയുന്നത്, എത്തുകയും ചെയ്യും. അതെ, അപ്പോൾ ഈ വരുന്ന മുന്നോട്ടുള്ള വഴിയിലെല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാറിനോടുള്ള വെല്ലുവിളി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നേരിട്ടുള്ള ഡിബേറ്റിന് എപ്പോഴും എവിടെയും. അതെ,
അപ്പോൾ എന്തായാലും ഇത്രയധികം സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി. കുഴപ്പക്കാരനല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലേ? ഉറപ്പായും കുഴപ്പക്കാരനല്ല, ജ്യോതിയണ്ണൻ തന്നെയാണ്.